ഡിയർ സ്റ്റുഡൻസ്, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, കരിയർ വിങ്സിൻ്റെ ഫൈൻ ഫ്യൂച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ UG ഓപ്ഷൻസിനെ കുറിച്ച് സംസാരിച്ചു. +2 കഴിഞ്ഞതിന് ശേഷം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, പ്രൊഫഷണൽ പ്രോഗ്രാംസ്, ആർട്സ് ആൻഡ് സയൻസ് പ്രോഗ്രാംസ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അതിൻ്റെ റേഞ്ച് ഓഫ് ഓപ്ഷൻസിനെ കുറിച്ച് സംസാരിച്ചു. പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷനെ കുറിച്ച് സംസാരിച്ചു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ. If at all I am going to invest 1 or 2 more years for post graduation, please ensure that you have 100% placement options. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത്തരം കരിയർ ക്ലാസ്സുകളിൽ കുത്തിയിരുന്നുകൊണ്ട് വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ് എന്ന് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. So when you choose an institution, ensure for the last 10 years they have placed more than 90% of the students to the industries. Or when you choose a program, ensure that there is a demand for this program. 4 കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നു. പോയിന്റ് നമ്പർ 1, ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച ഒരു ടോപ്പിക്കാണിത്. ബട്ട് ദെൻ ഐ വാണ്ട് ടു ടെൽ യു എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ വാട്ട് ഈസ് ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ എ മെക്കാനിക്കൽ എഞ്ചിനീയർ കമ്മിങ് ഔട്ട് ഓഫ് ദ കോളേജ് ആൻഡ് ഹീ സേയിങ് ഐ വാണ്ട് ടു സെറ്റിൽ ഡൗൺ ഇൻ കേരള ആൻഡ് ഈസ് ഓക്കെ വിത്ത് മെക്കാനിക്കൽ ഡിസൈനിങ്, ഓട്ടോമേഷൻ എക്സെട്ര. ബട്ട് ഓർക്കണം, കേരളത്തിൽ 1000 മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ടെന്നിരിക്കെ 10,000 മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പാസ്സായി വരുമ്പോൾ ബാക്കി 9,000 മേ ഹാവ് ടു വെയിറ്റ്. അത് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റീൻ്റെയോ കോളേജിൻ്റെയോ നിങ്ങളുടെ മാർക്കുകളുടെ കുഴപ്പമല്ല. ബിക്കോസ് ദ ഡിമാൻഡ് ഈസ് ഓൺലി ഫോർ 1,000, ബട്ട് ദെൻ യു ആർ 10,000 ഇൻ നമ്പേഴ്സ് ആൻഡ് ബാലൻസ് 9,000 മേ ഹാവ് ടു വെയിറ്റ്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ മനസ്സിൽ കാണണം. പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ഞാൻ ജീവിത മേഖലയിലേക്ക് കടക്കുകയാണ്. ഇഫ് ഐ ആം സോ കീൻ ടു ബി ഇൻ കേരള, യു മസ്റ്റ് ചൂസ് സംതിങ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ കേരള. ഫോർ എക്സാമ്പിൾ, computer science. You may get a chance in work in Trivandrum, Cochin. There are a lot of IT companies in Cochin, but civil and mechanical may not be the scenario. If it is accounting, banking, you get a chance. But if it is something else, then you have to look at the geography. So always keep in mind demand versus supply. ഞാൻ ഒത്തിരി കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയുന്ന ഒരു കോമൺ സെൻറ്റൻസ് ഉണ്ട്. നിങ്ങളുടെ സ്കിൽ ആൻഡ് ഇൻട്രസ്റ്റ് ചേർത്തുകൊണ്ട് വേണം ഒരു ജീവിത മേഖല തിരഞ്ഞെടുക്കാൻ. ഒരു കുട്ടി വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇന്ന് സോണി എന്ന് പറഞ്ഞൊരാൾ വന്നിട്ടുണ്ടായിരുന്നു, സ്കില്ലും ഇൻട്രസ്റ്റും കൂട്ടിച്ചേർത്ത് വേണം കാരിയർ തിരഞ്ഞെടുക്കാൻ. അവരങ്ങനെ വീട്ടിൽ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ നടത്തി. ഷീ ഫൗണ്ട് ഫൈനലി HR ഈസ് ഹെർ ഫേവറേറ്റ് ഐറ്റം. ഷീ വെൻ ടു ചെന്നൈ. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ ജോലി ചെയ്ത് പാസ്സായി, നല്ല മാർക്കോടുകൂടി പാസ്സായി. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയും, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു വാക്കില്ല. ഇഫ് യു കം ഔട്ട്, ഇഫ് യു ഡോണ്ട് ഗെറ്റ് എ ജോബ്, പ്ലീസ് ലെറ്റ് മീ നോ. കാരണം ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂവിൽ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നത് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ യു വിൽ ഗെറ്റ് എ ജോബ്. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല എന്ന് എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന ധൈര്യത്തിൽ ഈ കുട്ടി എനിക്ക് അറിയുന്ന ഫാമിലിയാണ്. ഷീ കെയിം ടു മൈ ഹോം ആൻഡ് സെഡ്, സർ, യു റിമെമ്പർ യുവർ പ്രോമിസ്. ഐ ഡിഡ് മൈ HR നൗ ആൻഡ് ദിസ് ഇസ് മൈ ഇൻട്രസ്റ്റഡ് ഏരിയ. ക്യാൻ ഐ ഗെറ്റ് എ ജോബ്? ഐ സെഡ് യെസ്. ബയോഡാറ്റ കിട്ടി. ഒരു കവറിംഗ് ലെറ്റർ ചോദിച്ചിരുന്നു. സർപ്രൈസിംഗ്ലി കവറിംഗ് ലെറ്ററിൻ്റെ താഴെ കുട്ടി ഒരു ചെറിയൊരു റിമാർക്ക് എഴുതിയിട്ടുണ്ട്. ഐ വാസ് സർപ്രൈസ് ടു സീ റിമാർക്ക് ഓൺ എ കവറിംഗ് ലെറ്റർ. നോക്കിയപ്പോൾ അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഐ ആം ലുക്കിംഗ് ഫോർ എൻ HR ഹെഡ് പോസ്റ്റ് ഇൻ ആൻഡ് അറൗണ്ട് കുരിയച്ചിറ ഓൺലി. ലുക്ക് അറ്റ് ദിസ്. So I was thinking within Kuriyachira, what kind of an HR placement? ഞാൻ കുരിയച്ചിറ ജീവിക്കുന്ന ഒരാളാണ്. What kind of HR placement will you get? Yeah. So when you choose an area, you must consider the location, availability and demand. Never fading, ever glowing, waves of maiden love in the heart, steering through the storm, Jyotin leads the way to the shining light within the heart. Point number 2, we discussed about specializations versus placements. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, when you specialize, you have options between core related and diversifications. I want postgraduates to understand a real example of what does it mean. Yeah, let's see, I am a EEE student. I am coming out of the campus. Your core is always embedded system പോലെയുള്ള നെറ്റ്വർക്കിംഗ് പോലെയുള്ള പ്രോഗ്രാംസ്. ബട്ട് someone say, ഇല്ല, I don't like it. കാരണം അത്തരം സിസ്റ്റം കേരളത്തിൽ ജോലി കിട്ടാം, പക്ഷേ നോട്ട് എ ഗ്രേറ്റ് ഓപ്ഷൻ. ഐ മൈ ഹാവ് ടു ഗോ ടു വെസ്റ്റ് ഓർ നോർത്ത്. സോ ക്യാൻ ഐ ഡു സംതിങ് എൽസ്? മേ ബി വിത്തിൻ കേരള, ഇഫ് യു വാണ്ട് ടു സംതിങ്, ഗോ ടു ഡേറ്റ അനലിറ്റിക്സ്. ഇറ്റ് ഈസ് കോൾഡ് ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ്. എവറി കമ്പനി വിൽ ഹാവ് എ ഡിപ്പാർട്ട്മെൻറ്റ് കോൾഡ് MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. നിങ്ങൾ EEE ബേസുള്ള EC ബേസുള്ള ഒരു കുട്ടിയാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ എ പ്രോഗ്രാം വേർ യു കൺവേർട്ട് ഡേറ്റ ഇൻ ടു ഇൻഫർമേഷൻ. ആൻഡ് യു ആർ സെയിങ്, ഇല്ല, എനിക്ക് കോറും ഇഷ്ടമില്ല, കോർ റിലേറ്റഡും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, ക്യാൻ ഐ ഗോ ഫോർ എ മാനേജ്മെൻറ്റ് പ്രോഗ്രാം? ദെൻ വി ഓൾവേസ് സജസ്റ്റ് യു ടു ഗോ ഫോർ എ പ്രോഗ്രാം ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്കറിയാം, ഇന്ന് പത്രപരസ്യങ്ങളെക്കാളും ഇന്ന് TV പരസ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. Especially outside India, there is no concept of giving TV ads.
സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വലിയ സാധ്യത മനസ്സിലാക്കി അതിൽ 1 year പ്രോഗ്രാംസിന് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ തൃശ്ശൂരിൽ പോലും 10-15 ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സിന് നമുക്ക് ആവശ്യമുണ്ട്. അത്രയും ഡിമാൻഡുള്ളൊരു ഏരിയ. ഫോർ യുവർ ഇൻഫർമേഷൻ, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു അക്കാദമി ചൂസ് ചെയ്യണം, ഒരു ഹോട്ടൽ ചൂസ് ചെയ്യണം. വി ആർ ജസ്റ്റ് ബ്രൗസിങ് ആൻഡ് യു ഗെറ്റ് സം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് യു ഫൈൻഡ് ഇത് അതിൻ്റെ ബേസിക്കാണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്കാണ്. ഇന്ത്യക്ക് പുറത്ത് ഇതിന് വലിയ സാധ്യതയുണ്ട്. ബിക്കോസ് യുവർ ഡേറ്റ ഈസ് നോട്ട് ഹിഡൻ. നിങ്ങൾ എവിടെയാണ്, എവിടെ സഞ്ചരിക്കുന്നു, ഈ ഡേറ്റ ഓപ്പൺ ആണ്. I will tell you an example. When I was in Singapore, I went there for a class and I reached there on the previous day. ഞാൻ അവിടെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ റൂം എടുത്ത് താമസിക്കുന്നത്. മോർണിംഗ് അവിടെ എത്തി. ഉച്ചയ്ക്ക് ഞാൻ തമിഴ്നാട്ടിൽ കുറേ കാലം ജീവിച്ച ആളാണ്. അവിടെ ഒരു ശരവണ ഭവൻ ഹോട്ടലുണ്ട്. ഐ വെൻറ്റ് ദർ ഫോർ മൈ ലഞ്ച്. ഈവനിങ് ഹോട്ടലിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു പ്രൊമോഷൻ വന്നു. ഇന്ന് കോമളവിലാസ് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ $2 ഓഫ്, $2 ഓഫ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 50% ഓഫാണ്. ഐ വെൻറ്റ് ദർ ഫോർ ഡിന്നർ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഗൂഗിൾ എന്തെല്ലാം ഒബ്സർവ് ചെയ്തു. സോണി ഇന്ന് തൃശ്ശൂരിലല്ല ഉള്ളത്, സോണി സിംഗപ്പൂരിലാണ്. സോണി ലിറ്റിൽ ഇന്ത്യയിൽ താമസിക്കുന്ന രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കൂർ സമയം ശരവണഭവൻ ടവറിൻ്റെ കീഴിൽ സോണി ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ആരും വെയിൽ കൊണ്ട് നിൽക്കാറില്ല. വിച്ച് മീൻസ് ഹി ഹാസ് ഗോൺ ഇൻസൈഡ് ദ ഹോട്ടൽ. ഹി ലൈക്ക് തമിഴ്നാടു വെജിറ്റേറിയൻ ഫുഡ്. സോണി രാത്രിയും ലിറ്റിൽ ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നു. ആൻഡ് ഹി വിൽ ലുക്ക് ഫോർ ഹിസ് ഡിന്നർ. അതുകൊണ്ട് തമിഴ്നാട്ടിലെ സെക്കൻഡ് ലാർജസ്റ്റ് ചെയിനായ കോമളവിലാസിൻ്റെ ഒരു പ്രൊമോഷൻ ഞാനവിടെ പോയി കഴിക്കുകയും ചെയ്തു. പക്ഷേ ആരും ഒന്നും അറിഞ്ഞില്ലല്ലോ. സോ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രൊമോഷൻസ് ആണ് ഫ്യൂച്ചർ. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ ട്രിപ്പിൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ 3 ഓപ്ഷൻസ് പറഞ്ഞു. യു ക്യാൻ ഗോ ഫോർ യുവർ കോർ എംബഡഡ്, you can go for your business data analytics kind of a program which is core related, and you can also go for a management program. Diversification, digital marketing is an example. So we discussed about demand versus supply, we discussed about specializations and placements, and third point, there are a lot of add-on programs available in Kerala and India. Okay, if I have done my BSc and BCom, do a small cap of accounting to it. Do a small cap of a specialization to it. Communication ആകട്ടെ, ബാങ്കിങ് ആകട്ടെ, കമ്പ്യൂട്ടിംഗ് ആകട്ടെ, അക്കൗണ്ടിങ് ആകട്ടെ, ആൻഡ് മോസ്റ്റ് ഓഫ് ദീസ് ഫേംസ് വിൽ അബ്സോർബ് യു. തൃശ്ശൂരിൽ നമ്മൾ പല കോളേജ് കുട്ടികളെ ഇതുപോലെ പ്ലേസ് ചെയ്യുന്നുണ്ട്. HDFC ബാങ്ക് ഉൾപ്പെടെ ഒത്തിരി അക്കൗണ്ടിങ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ. യു വിൽ ഗെറ്റ് എ ജോബ്, ഡോണ്ട് വറി. ബട്ട് പുട്ട് എ സ്മോൾ 6 month 5 month കൈൻഡ് ഓഫ് എൻ ആഡ് ഓൺ പ്രോഗ്രാം ആൻഡ് യു ആർ പ്ലേസ്ഡ്. ഇത്തരം ആഡ് ഓൺ പ്രോഗ്രാംസ് എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ലഭ്യമാണ്. ലോജിസ്റ്റിക്സ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ. ഐ ഡു നോട്ട് നോ ഹൗ മെനി ഓഫ് യു ആർ അവെയർ ഓഫ് ദ സ്കോപ്പ് ഓഫ് ലോജിസ്റ്റിക്സ്. എല്ലാവരും വിചാരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന സ്ഥലത്തു നിന്ന് ആ പ്രൊഡക്റ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ പേരാണ് ലോജിസ്റ്റിക്സ്. പക്ഷേ അല്ല, ലോജിസ്റ്റിക്സിന് ഒത്തിരി വലിയ സാധ്യതകളുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലെയുള്ള കമ്പനികൾ, ജിറ്റ് എന്നൊക്കെ പറയുന്ന പ്രൊജക്റ്റ് നിങ്ങൾ ബ്രൗസ് ചെയ്ത് നോക്കണം. JIT, ജസ്റ്റ് ഇൻ ടൈം, ഇത്തരം പ്രൊജക്റ്റുകൾ ഉണ്ടായി വരുന്നത് ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഭാവനകളാണ്. ഒരു പക്ഷേ ഇനി ഒരു ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ആൻഡ് പോയിന്റ് നമ്പർ 4, ഗ്ലോബൽ ഓപ്ഷൻസ്. ഞാൻ എപ്പോഴും പറയും, ഗ്ലോബൽ ഓപ്ഷൻസ് PG സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു മസ്റ്റ് ഗോ ഔട്ട്സൈഡ് ഇന്ത്യ, വി ആർ നോട്ട് സേയിങ് ഇറ്റ്, ബട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഒരു പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൽ US കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ദർ ഇസ് എ കൺട്രി കോൾഡ് അയർലൻഡ്. ഇന്ന് US കഴിഞ്ഞാൽ അയർലൻഡിൽ ഏറ്റവും കൂടുതൽ IT റവന്യൂ നടക്കുന്നു. ആ രാജ്യത്തിൻ്റെ റവന്യൂവിൻ്റെ 40% GDP ഈസ് കമ്മിങ് ഫ്രം IT ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ. ഓക്കെ, അപ്പോൾ IT കഴിഞ്ഞ് 1 year മാസ്റ്റേഴ്സാണ് ഇവിടെയൊക്കെ. 1 year മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഡേറ്റാ സയൻസ് പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള പ്രോഗ്രാംസിന് 100% പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ 20 വർഷം 30 വർഷമായി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ആരും ചോദിക്കാറില്ല. ഓക്കെ, അത്തരം 1 year പ്രോഗ്രാംസ് ഒത്തിരി അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ജർമ്മനി പറയുന്നു, വി വാണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, വി വാണ്ട് IT പീപ്പിൾ, വി വാണ്ട് നഴ്സസ്. ഇത് ആ രാജ്യത്തിൻ്റെ ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജ് ആണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇഫ് യു ഗോ, യു ഗെറ്റ് ഫ്രീ എഡ്യൂക്കേഷൻസ് ഇൻ ജർമ്മനി. ജർമ്മനി പറയുന്നു, നിങ്ങൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ ഫീസ് ഒന്നും തരണ്ട. ലുക്ക് അറ്റ് ദിസ്. ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ക്യൂ നിൽക്കുമ്പോൾ ജർമ്മനി പറയുന്നു, കം ഫോർ മാസ്റ്റേഴ്സ്, ഡോണ്ട് പേ എനി ഫീ, ആൻഡ് വെൻ യു സ്റ്റഡി യു ക്യാൻ വർക്ക് പാരലലി, സോ യു ക്യാൻ ഏൺ. ജീവിത ചെലവുകൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടും. കോഴ്സ് കഴിഞ്ഞാൽ തിരിച്ചു പോകണ്ട, 1.5 വർഷം അവിടെ നിന്ന് ജോലി ചെയ്യാനുള്ള വിസ മുൻകൂട്ടി തന്നുകൊള്ളാം. ഇതിൻ്റെ പേരാണ് ഡിമാൻഡ്. ഇത്തരം രാജ്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. Now a lot of students have gone to Canada and Ireland. You know what happened in the lockdown days? They cannot go for their part-time job. ഈ പാർട്ട് ടൈം ജോലിന് പോകാതിരിക്കുമ്പോൾ അവരുടെ ജീവിത ചെലവ്, ഹോസ്റ്റലിൽ കൊടുക്കാനുള്ള ഫീസൊന്നും കിട്ടത്തില്ല. Now the government is giving €350 per week to their account. എന്ന് പറഞ്ഞാൽ ഒരു മാസം €1400. Around 1.2 lakhs students are getting free because it's lockdown. ഇതിൻ്റെ പേരാണ് കെയർ, ബിക്കോസ് ഗവൺമെൻറ് വാണ്ട് പീപ്പിൾ ടു കം. മനസ്സിലാക്കണം, പല രാജ്യങ്ങളിലും അവരുടെ ആവറേജ് ഏജ് ഇറ്റ് സെൽഫ് ഈസ് 48. ആൻഡ് അയർലൻഡ് പോലുള്ള രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ഈസ് ജസ്റ്റ് 45 lakhs, ലെസ് ദാൻ തൃശ്ശൂർ പോപ്പുലേഷൻ. ആൻഡ് ദേ നീഡ് പീപ്പിൾ. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിച്ച 4 കാര്യങ്ങൾ. ഒന്ന്, ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് മേ നോട്ട് ഗെറ്റ് പ്ലേസ്ഡ് വിത്തിൻ കേരള, സോ യു ഹാവ് ടു ചൂസ്, ഡിസൈഡ് ദ ലൊക്കേഷൻ ബിഫോർ യു ഗോ ഫോർ എ സ്പെഷ്യലൈസേഷൻ. 2, സ്പെഷ്യലൈസേഷൻ വേഴ്സസ് പ്ലേസ്മെൻറ്റ്. അതിൽ ഞാൻ ട്രിപ്പിൾ എക്സാമ്പിൾസ് പറഞ്ഞു, core related and diversifications. 3, add-on programs will ensure your placements. And 4, global opportunities. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ
മിസ്ഡ് കോൾ, വാട്സപ്പ് ഓപ്ഷൻസ് ഉണ്ട്. യു ക്യാൻ കം ഫോർ ഓൺലൈൻ ക്ലാസ്സസ് ഓൺ ഡീറ്റെയിൽ ആൻഡ് ദിസ് ഇസ് തികച്ചും സൗജന്യമാണ്. ഈ അവസരം എല്ലാവരും ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.